ഇത് ഫാദർ മാണി മേൽവട്ടം. വിശ്വാസതീഷ്ണമായ ജീവിതം കൊണ്ട് ഒരു ജനതയെ മുഴുവൻ ഒരുമിപ്പിക്കുന്ന ഇടയശ്രേഷ്ഠൻ. കാസർഗോഡ് സപ്തഭാഷാ സംഗമഭൂമി, വിഭിന്ന സംസ്കാരങ്ങളുടെ ഭൂമിക. പൂർവചരിത്ര സ്മരണകൾ ഉറങ്ങുന്ന കാസർഗോഡിന്റെ മണ്ണിൽ ക്രിസ്തീയ കുടിയേറ്റത്തിന്റെ വേരുകൾ വളരാൻ തുടങ്ങിയിട്ട് അധികമേറെ കാലമായിട്ടില്ല. 1980കളുടെ അവസാനമാണ് കാസർഗോഡിന്റെ മണ്ണിൽ മരുപ്പച്ച തേടിയിറങ്ങിയവരുടെ കുടിയേറ്റ ചരിതം ആരംഭിക്കുന്നത്. നാടും വീടും വിട്ട് പുതിയ മണ്ണിൽ കാൽകുത്തിയവർ പലവിധമാണ്. തലശ്ശേരി അതിരൂപതയുടെ ഭാഗമായ കാസർഗോഡ് ഇന്നും ക്രിസ്തീയ പിന്നോക്ക മേഖലയാണ്. കർണാടക സംസ്ഥാനത്തോട് ചേർന്ന് കിടക്കുന്ന കാസർഗോഡിൽ കൊങ്ങിണി ഭാഷയിൽ ലത്തീൻ കുർബാനയാണ് അക്കാലത്തുണ്ടായിരുന്നത്. ഒരു മലയാളം കുർബാന ഇവർക്ക് സാധ്യമാകുന്നത് വർഷത്തിലൊരിക്കൽ നാട്ടിൽ പോകുമ്പോഴായിരുന്നു. അതുമല്ലെങ്കിൽ അന്നത്തെ ഏക ധ്യാനകേന്ദ്രമായ കോട്ടയിൽ പോകുമ്പോഴായിരുന്നു. ഏതു കുടിയേറ്റ പ്രദേശത്തെയും പോലെ കാസർഗോഡിന്റെ കുടിയേറ്റ ചരിത്രത്തിലും നോവുകാലത്തിന്റെ കഥനങ്ങൾ പറയാനുണ്ട്. കാട്ടാറും കാട്ടുമൃഗങ്ങളും വിഹരിച്ച കാനനഭൂവിലേക്ക് സ്വപ്നങ്ങൾ ചുമടായി ചുമലിലേറ്റിക്കൊണ്ടുവന്ന സ്വപ്നാടകർ, വിതച്ചത് കൊയ്യാനാവാതെ പകലിരിവുകളിലേക്ക് പകച്ചു നോക്കിയ ആ കാലം, പ്രകൃതിയുടെ പകിടകളിക്ക് മുന്നിൽ പരാജയപ്പെട്ട് പടിയിറങ്ങി പുതിയ മരുപ്പച്ചകൾ തേടി ചിലർ യാത്രയാകുമ്പോഴും ഈ ഭൂവിൽ വിതച്ചത് താൻ കൊയ്യും എന്നുറപ്പോടെ ബാക്കി വന്നവർ മുന്നിട്ടിറങ്ങി. കാലങ്ങൾക്കിപ്പുറം വിശ്വാസതീഷ്ണതയിലെ യാഗാലയം തീർക്കുവാൻ ഇവർ ഒരു മെയ്യായി, ഒരു മനസ്സായി. ആ ശ്രമം ഫലം കണ്ടു. കാസർഗോഡിന്റെ നിറകയിൽ അവരൊരു ദേവാലയം പണി കഴിപ്പിച്ചു. സെന്റ് ജോസഫിന്റെ നാമത്തിൽ ഇവർ ഈ ദേവാലയത്തിൽ ഒത്തുകൂടി ദിവ്യബലി അർപ്പിച്ചു. കാസർഗോഡ് ജനതയുടെ ചിരകാല സ്വപ്നം പൂവണിഞ്ഞതിന്റെ ചാരിതാർത്ഥ്യത്തിലാണ് ഇന്ന് ഈ ജനത. ഇന്നും അനേകം കിലോമീറ്റർ ദൂരത്തിൽ ചിതറിത്താമസിക്കുന്ന വിശ്വാസ സമൂഹത്തിന്റെ സമാശ്വാസത്തിനായി മറ്റ് 2 ദേവാലയങ്ങൾ കൂടി ഇവർ പൂർത്തീകരിച്ചു. ആത്മീയദാഹാർത്തരായ ഈ ജനതയ്ക്ക് പുതിയ ദൈവീക ദർശനങ്ങൾക്ക് ഈ ദേവാലയം വഴിയൊരുക്കി. പെയ്തൊഴിഞ്ഞുപോയ ആ പഴയ കാലത്തിൻ്റെ ഓർമ്മകൾ പങ്കുവയ്ക്കുന്നു ഇന്നിവർ. തെക്കൻ ജില്ലകളിൽ നിന്ന് വന്നിട്ടുള്ള ക്രിസ്ത്യാനികളാണ് ഇവിടെ ഈ പള്ളി സ്ഥാപിക്കാനായിട്ട് കാരണഭൂതരായത്. പക്ഷെ നമ്മൾ ആദ്യം ഇവിടെ വരുമ്പോൾ കാസർഗോഡേക്കുള്ള ആദ്യത്തെ ഹർഡിൽ യാത്രാ സൗകര്യമായിരുന്നു. ആകെ ഒരു ട്രെയിൻ, മലബാർ എക്സ്പ്രസ്. ഇന്ന് കാണുന്ന മറ്റുള്ള സൗകര്യങ്ങളൊന്നും നമുക്കില്ല. മലബാർ എക്സ്പ്രസ്സിൽ തന്നെ വരണം. മലബാർ എക്സ്പ്രസ്സാണ് തിരുവനന്തപുരത്ത് നിന്നും മംഗലാപുരത്തേക്ക് പോകുന്ന ഒരേ ഒരു ട്രെയിൻ. ആ ട്രെയിനിൽ കാസർഗോഡ് വന്നിറങ്ങുക. ഓർമ്മയുണ്ടല്ലോ? കാസർഗോഡ് ഇപ്പോഴത്തെ റെയിൽവേ സ്റ്റേഷൻ്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള പ്ലാറ്റ്ഫോം, അതിലിറങ്ങി കഴിഞ്ഞിട്ട് ഒരു നടപ്പാണ്. പിന്നെ അവിടെ വണ്ടിയൊന്നും കിട്ടുകയില്ല, ഓട്ടോറിക്ഷയില്ല, ബസ്സില്ല,
അങ്ങനെയുള്ള സ്ഥലത്ത് നിന്നും നടന്നു തന്നെ വരണം ടൗണിലേക്ക്. ഓർമ്മയുണ്ടല്ലോ ഈ കാര്യങ്ങൾ. എല്ലാവരും അനുഭവം. അങ്ങനെയാണ് നമ്മൾ തുടക്കം ഇവിടെ വന്നത്. അതെ. ബസ്സില്ല, പ്രൈവറ്റ് ബസ്സുകൾ മാത്രം. ദീർഘദൂര സർവീസ് നടത്തുന്നതെല്ലാം പ്രൈവറ്റ് ബസ്. KSRTC ഒന്നും ഇന്ന് കാണുന്ന KSRTC ഒന്നും അന്നില്ല. കാസർഗോഡ് ഒരു ബദരിയ ഹോട്ടൽ, അതിനോട് ചേർന്നിട്ട് പ്രധാനപ്പെട്ട ഒരു ഭക്ഷണശാല ബദരിയ ഹോട്ടൽ. 24 hours ആയി. അത് 24 മണിക്കൂർ നേരം പ്രവർത്തിക്കും. അവിടെയാണ് ഞങ്ങളുടെ എല്ലാം ഒരു ഭക്ഷണം കഴിക്കണമെങ്കിലുള്ള ആശ്രയം. പിന്നെ ഒരു സ്റ്റേറ്റ് ഹോട്ടൽ ഉണ്ടായിരുന്നു, അത് ഇപ്പോഴും ഉണ്ട്. ആ സ്റ്റേറ്റ് ഹോട്ടലിൽ വെജിറ്റേറിയൻ കിട്ടും, ഇവിടെ നോൺ വെജിറ്റേറിയൻ കിട്ടും. പിന്നെ താലൂക്ക് ഓഫീസിന് മുമ്പിൽ കുറച്ച് പീടികകൾ. ചുരുക്കം ചെറുകിട. തായലങ്ങാടി ഭാഗമാണ് കുറച്ച് ഡെവലപ്മെന്റ്. റെയിൽവേ സ്റ്റേഷൻ മുതൽ ഉള്ള സ്ഥലം. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നാൽ ഇപ്പോഴീ കാണുന്ന ഡെവലപ്മെൻറ്റ് വന്നിരിക്കുന്ന സ്ഥലങ്ങളൊക്കെ കുന്നായിരുന്നു. ഇപ്പോഴതൊന്നും ആർക്കും പറഞ്ഞാൽ മനസ്സിലാവും. വലിയൊരു കുന്ന്, പേടിയായിരുന്നു ഇവിടെ. അതെ, ആ വഴി നടപ്പൊന്നുമില്ല. പിന്നെ ഈ സ്ഥലത്തിന് അന്നേരത്തുള്ളൊരു പ്രത്യേക പേര് തന്നെ ഉണ്ടല്ലോ, പുലിക്കുന്ന് എന്നുള്ള പേര് ഓർമ്മയുണ്ടല്ലോ. കളക്ടറൊക്കെ ആദ്യം പ്രവർത്തിച്ച അവിടെയാണ് പുലിയുടെ ആവാസ കേന്ദ്രം. അതുകൊണ്ടാണ് ആ സ്ഥലത്തിന് പുലിക്കുന്നെന്ന് പേര് വന്നത്. ഇപ്പോഴും സ്ഥലത്തിന്റെ പേര് പുലിക്കുന്ന് തന്നെ, പുലികളില്ലാന്ന് മാത്രം. ഇടയ്ക്കൊരു പുലി വന്നായിരുന്നു. നമുക്ക് ഒന്നിച്ചു കൂടാനും കണ്ടുമുട്ടാനും പരിചയപ്പെടാനും നമ്മുടെ പള്ളി ഡോളേഴ്സ് ചർച്ച് ആയിരുന്നു. പള്ളിയിൽ ആരാധന, നമ്മുടെ മലയാളത്തിലുള്ള ആരാധന ഇല്ല ഇവിടെ. എങ്കിലും പിന്നെ കൊങ്കണിയിലുള്ള ആരാധനാക്രമത്തിന് വേണ്ടി നമ്മളിവിടെ പോകുമ്പോൾ അത് കഴിഞ്ഞാല് അന്നുള്ള മലയാളികളൊന്നും ഒന്നിച്ചു കൂടി പരസ്പരം പരിചയപ്പെടുക, ഇനിയും വരാൻ പോകുന്ന അല്ലെങ്കിൽ പള്ളി സ്ഥാപിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചൊക്കെ ചെറിയ തോതിലുള്ള ചർച്ച നടത്തുക. ഇതൊക്കെ കഴിഞ്ഞ് പിരിയുക. പിന്നെ പലപ്പോഴും കാണുന്ന അടുത്ത ആഴ്ചയായിരിക്കും. കാരണം ചിതറി കിടക്കുന്ന ഒരു സമൂഹമായിരുന്നു ഇവിടെ. എന്താന്ന് വെച്ചാല് ആ സമയത്ത് തെക്ക് നിന്ന് വന്നിട്ടുള്ള ആളുകളൊക്കെ ജോലിക്കാരാണ്. ആ സമയത്ത് ജോലിയുടെ സാധ്യതകൾ കാസർഗോഡ് ജില്ലയിൽ വളരെ പരിമിതമായിരുന്നു, കിട്ടാനില്ല. ആകെ ഉള്ളത് ഒരു CPCRI, കേന്ദ്ര ഗവൺമെൻറ് സ്ഥാപനം എന്ന് പറയാനായിട്ട്. പിന്നെ ഉള്ളതെല്ലാം ഈ അങ്ങിങ്ങായി കിടക്കുന്ന സ്കൂളുകളാണ്. ഇപ്പോഴാണ് കളക്ടറേറ്റ്, പിന്നെ അതേപോലെ തന്നെ മറ്റുള്ള അനുബന്ധ സ്ഥാപനങ്ങൾ, കോടതികൾ, ഇതൊക്കെ വന്നപ്പോഴാണ് ആളുകൾക്കുള്ള ജോലി സാധ്യതകൾ വർദ്ധിച്ചു. നമ്മുടെ തെക്കുന്നുള്ള ആളുകൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരാനായിട്ടൊക്കെ തുടങ്ങിയത്. നേരത്തെ ഉണ്ടായിരുന്നതെല്ലാം അധ്യാപകരാണ് ഇവിടെ. മറ്റുള്ള പിന്നെ കുറച്ച് ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട വരാൻ തുടങ്ങി. പിന്നെ ഇതുപോലെ കോടതിയൊക്കെ സ്ഥാപിക്കപ്പെട്ടപ്പോഴത്തേക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട അതെ 84 വന്നു കോടതി. അപ്പോൾ ഒരു 10-20 കുടുംബങ്ങള് 80-ല് ഈ കൊങ്കണി കുർബാന കഴിഞ്ഞാൽ ആ പള്ളിയുടെ അങ്കണത്തിൽ വെച്ച് പരസ്പരം കൂടുകയും പരിചയപ്പെടുകയും ചർച്ച ചെയ്യുകയും നമുക്കൊരു മലയാളത്തിൽ കുർബാന ആരംഭിക്കേണ്ട ആവശ്യതയെക്കുറിച്ചൊക്കെ പലപ്പോഴും പരസ്പരം ചർച്ച ചെയ്തു. അപ്പം പലപ്പോഴും അന്നതിനുള്ള സാധ്യത എങ്ങനെ അത് സാധിക്കുക എന്നുള്ളതിനെ കുറിച്ച് എപ്പോഴാണ് തലശ്ശേരി പോയി പല ആവർത്തി പിതാവിനെ കണ്ടു. പിതാവുമായിട്ട് ഇങ്ങനെ ഒരു ആവശ്യകതയെക്കുറിച്ച് ചർച്ച ചെയ്തു. ഒടുവിലെ 83-ല് ബഹുമാനപ്പെട്ട ജാലച്ചനെ മലയാളത്തിൽ കുർബാന ചെയ്യാൻ വേണ്ടി ഡോളേഴ്സ് ചർച്ചിലേക്ക് നിയോഗിച്ചു. അപ്പോൾ അച്ഛൻ ആഴ്ചയിൽ ഒരിക്കൽ വരുമായിരുന്നു. വന്നിട്ട് ഇവിടെ കുർബാന ചെല്ലും. കുർബാന ചെല്ലി കഴിഞ്ഞ് അച്ഛന് തിരിച്ചു പോവുക. അപ്പോൾ അന്നുള്ള ആൾക്കാരും ഇന്നീ കാണുന്ന കാലാവസ്ഥയല്ല. കാലാവസ്ഥ വളരെ ഡ്രോട്ട് ആയിരുന്നു ഇവിടെ. ഇപ്പോൾ നമ്മുടെ വ്യതിയാനങ്ങളിൽ എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രകടമായ മാറ്റം വന്നിരിക്കുന്നത് കാസർഗോഡ് ജില്ലയിൽ നല്ല മഴ ലഭിക്കുന്നുള്ളതാണ്. മറ്റുള്ള സംസ്ഥാനത്തിൻ്റെ ഇതര ഭാഗങ്ങളിൽ ലഭിക്കുന്നത് പോലെ തന്നെ ഇവിടെയും മഴ ലഭിക്കുന്നുണ്ട്. അതിനുള്ള ശാസ്ത്രീയ കാരണങ്ങളുണ്ട്. പക്ഷേ കാസർഗോഡ് ജില്ലയിൽ പിന്നെ കൊട പിടിക്കേണ്ട ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴങ്ങനെയല്ല. ഇപ്പോഴേ മറ്റ് ജില്ലകളിലുള്ള പോലെ തന്നെ ഒരുപക്ഷെ ഇച്ചിരി കൂടുതൽ കാലവർഷത്തിന്റെ വിവിധ ഘട്ടങ്ങള് ഇപ്പോഴും ഇവിടെ മഴ പെയ്യുന്നുണ്ട്. ഈ വർഷമാണെങ്കിലും ഇപ്പോഴും ഇവിടെ സുഖമായിട്ട് മിക്ക ദിവസവും മഴയുണ്ട്. മറ്റ് ജില്ലകളിലുള്ള പോലെ തന്നെയുണ്ട്. അപ്പോൾ കാലാവസ്ഥയിൽ ഒരുപാട് മാറ്റം വന്നു. അതുപോലെ തിരക്ക് അന്ന് നേരത്തെ സാറ് പറഞ്ഞ പോലെ വളരെ കുറഞ്ഞ ആൾക്കാരെ ഉള്ളു. കടകളൊക്കെ സന്ധ്യ ആകുമ്പോഴത്തേക്ക് അടയ്ക്കും. 1-2 ബസ്. അതിനുശേഷം 7 മണി കഴിഞ്ഞാൽ ബസ്സും ഇല്ല. പല ഭാഷകളാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചാൽ ഈ നാട്ടുകാരും നമ്മളുമായിട്ട് വളരെ വ്യത്യസ്തമായ ഒരു രീതിയാണ് ഭാഷാ കാര്യത്തിലും സംസ്കാരത്തിലും ഉണ്ടായിരുന്നത്. വന്നിട്ട് അച്ചടി
നല്ല മലയാള ഭാഷ പറയാം. അതെ, സാർ ഇവിടെ ഈ അത് പറയുമ്പോൾ പല വാക്കുകൾ സപ്തഭാഷാ സംഗമം എന്നാണ് മനസ്സിലായില്ല. പറയുന്നത്. 6-7 ഭാഷകൾക്ക് അതീതമായിട്ട് സംസാരിക്കും. അതിൽ ലിറ്ററസി ഇല്ലാത്ത ഭാഷയുണ്ട്. കാലഘട്ടം മുന്നോട്ട് മാറിയപ്പോൾ നമ്മുടെ ഭാഷകൾ വേണ്ടവണ്ണം അവർ മനസ്സിലാക്കുകയും അവരുടെ ഭാഷ ഏകദേശം കൈകാര്യം ചെയ്യത്തക്കൊണ്ട് നമ്മളും മുന്നോട്ട് വളർന്നു. പക്ഷെ ആളുകളുടെ പൊതുവെയുള്ള കൾച്ചറൊക്കെ നമ്മൾ ആദ്യം വരുമ്പോൾ നമ്മളൊരു വെൽക്കം ചെയ്യുന്ന രീതിയായിരുന്നു. അവർക്ക് അതിനകത്ത് അവർക്ക് ഒരു എതിർപ്പോ അല്ലെങ്കിൽ മറ്റ് പ്രയാസങ്ങളോ ഒന്നും ഇന്ന് കാണുന്നത് പോലെയുള്ളത് അന്നില്ലായിരുന്നു. ഇന്ന് എഡ്യൂക്കേഷനുള്ള ആൾക്കാരാണ് വന്നിരിക്കുന്നത്, അവരുമായിട്ട് ചേർന്ന് നിൽക്കുന്നത് നല്ലതാണ് എന്നൊക്കെയുള്ള ഒരു മനോഭാവം ഉണ്ടോ. അതുകൊണ്ട് അവര് നമ്മൾ അവരോട് ഇടപെടുമ്പോഴേ നമ്മൾ അവരോട് വളരെ സ്വാഗത രീതിയിലാണ് നമ്മളോട് കാസർഗോഡ് മുനിസിപ്പാലിറ്റിയിൽ രാമൻ റൈ എന്ന് പറയുന്ന വക്കീലായിരുന്നു മുനിസിപ്പൽ ചെയർമാൻ. അന്ന് ഈ രാഷ്ട്രീയ അതിപ്രസരമൊന്നും ഇല്ലാത്ത കാരണം വിദ്യാഭ്യാസമുള്ള ഒരാളെ ചെയർമാനാക്കണമെന്നുള്ളതായിരുന്നു. ധാരാളം സ്കൂളുകളെല്ലാം ഇഷ്ടംപോലെ സ്കൂളുകൾ. പ്രത്യേകിച്ച് ഇവിടെ കാര്യമായ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം ഉണ്ടായിരുന്നത് ക്രിസ്ത്യൻ സമൂഹത്തിൻ്റെ ആയിരുന്നു. അവരാണ് അത് നടത്തിക്കൊണ്ടിരുന്നത്. ഇവിടുത്തെ 99% ആൾക്കാരും വിദ്യാഭ്യാസം ചെയ്ത് പഠിച്ചത് ബേസിക്കൽ വിദ്യാഭ്യാസം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അക്കാലത്ത് 80-ലൊക്കെ വളരെ കുറവായിരുന്നു. അപ്പോൾ അന്ന് ഈ സാർ ഇവിടെ സൂചിപ്പിച്ച പോലെ മഡോണ UPSI ഗവൺമെൻറ് കോളേജ് അങ്ങനെ പരിമിതമായ സ്ഥാപനങ്ങളെ വിദ്യാഭ്യാസത്തിനുള്ള അവസരം കൊടുത്തിരുന്നുള്ളൂ. പിന്നീട് വളരെ ചുരുങ്ങിയൊരു കാലഘട്ടം തന്നെ ധാരാളം സ്കൂളുകൾ പ്രൈവറ്റ് മേഖലയിലൂടെ സ്ഥാപിതമായി. അതോടൊപ്പം ഗവൺമെൻറ് മേഖലയിൽ ഒരുപാട് സ്കൂളുകളുണ്ടായി. ആദ്യത്തെ ഗവൺമെൻറ് കോളേജ് 1957 കാസർഗോഡ് ജില്ലയുടെ ആസ്ഥാനം വിദ്യാനഗറിൽ വന്നു. പക്ഷെ അതിൻ്റെ ഒരു ഫീഡർ എന്നുള്ള നിലയിൽ അത്രയധികം സ്കൂളുകളുണ്ടായിരുന്നില്ല. സ്കൂളുണ്ടായിരുന്നതൊക്കെ എന്ന് വെച്ചാൽ LP സ്കൂളുകൾ, UP സ്കൂളുകളും ഒക്കെയാണ്. അപ്പോൾ പുറമേ നിന്നുള്ള കുട്ടികളാണ് അധികവും ഇവിടെ പഠിക്കാനായിട്ട് ഒക്കെ വന്നുകൊണ്ടുണ്ടായിരുന്നത്. അങ്ങനെ ആ ഒരു ഡെവലപ്മെൻറ്റ്, വിദ്യാഭ്യാസത്തിലുള്ള ഡെവലപ്മെൻറ്റ്, ഈ കുടിയേറ്റ അതായത് തെക്കുന്ന് വന്നവരുടെ ഒരു ഇൻവോൾവ്മെൻറ്റ് ശരിക്കും എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു മേഖലയിൽ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഇന്നും ഈ സ്കൂളുകളിലൊക്കെ പഠിപ്പിക്കുന്നവരിലെ 90% ആളുകളും അധ്യാപകരും തെക്ക് നിന്ന് വന്നിട്ടുള്ളത്. ഈ കാലഘട്ടത്തിൽ ഉണ്ടായ പ്രൈവറ്റ് സ്കൂളിൽ വന്ന ടീച്ചേഴ്സ് 90% അവരാണ് അതിൻ്റെ പ്രിൻസിപ്പാൾമാർ. അല്ലെങ്കിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരുമായിട്ടിരിക്കുന്ന പ്രൈവറ്റ് സ്കൂളിലാണെങ്കിലും നമ്മുടെ തെക്കുന്ന് വന്നിട്ടുള്ളവർ. കുടുംബങ്ങളുടെ എണ്ണം കൂടാൻ ഇത് കാരണമായി, ടീച്ചേഴ്സിന്റെ എണ്ണം കൂടാൻ കാരണമായി. ഇവിടെ ആകെയുള്ള ക്രൈസ്തവ സമൂഹത്തിന്റെ എണ്ണം, വിദ്യാഭ്യാസത്തിന്റെ കാര്യം, സാമ്പത്തിക സ്ഥിതി കൂടുതലും ഞങ്ങളൊക്കെ വാടകയ്ക്കാണ് ആദ്യകാലത്ത് താമസിച്ചത്. കാരണം ഇവിടെ ഞങ്ങൾക്ക് സ്വന്തം നിലയിൽ വീടില്ല. അപ്പോൾ ഇവിടെ പരിമിതമായ വാടക കെട്ടിടങ്ങൾ അന്ന് കിട്ടുമായിരുന്നു, ഇപ്പം ധാരാളമുണ്ട്. അപ്പോൾ എവിടെയെങ്കിലും വാടകയ്ക്ക് താമസിക്കുക, എന്നിട്ട് ഞങ്ങളുടെ ജോലി ചെയ്യുക. പിന്നീട് ഇവിടുന്ന് പെട്ടെന്നൊന്നും പോകാൻ പറ്റില്ല എന്ന് തോന്നിയപ്പോഴാണ് എവിടെയെങ്കിലും അല്പം സ്ഥലം വാങ്ങി വീട് വെക്കുന്നതിനെ കുറിച്ചൊക്കെ ആലോചിച്ച് അങ്ങനെ 5-10 സെന്റൊക്കെ വാങ്ങി എല്ലാവരും ഇവിടെ ഉള്ളവരെ മിക്കവരും സ്വന്തമായിട്ട് വീട് വെച്ചു. വീട് വെച്ചിട്ട് ഇവിടെ തന്നെ അങ്ങനെ സ്ഥിരമായിട്ട് താമസമായി. പിന്നെ അപ്പോഴത്തേക്ക് പള്ളിയായി. ഈ പള്ളി ഇവിടെ വരുന്നതിന് മുമ്പ് ഉള്ള അതിൻ്റെ ഒരു മറ്റൊരു സ്ഥലത്തും ഇല്ലാത്തൊരു ഹിസ്റ്ററി കാസർഗോഡിനുണ്ടാവും. നമ്മളാദ്യം കുർബാന വേണം, അല്ലെങ്കിൽ നമുക്ക് കുർബാന കാണണം, അതിൽ പങ്കെടുക്കണം എന്നൊക്കെയുള്ള താല്പര്യം ഉണ്ടായിരുന്നവർക്ക് ഏക ആശ്രയം റെയിൽവേ സ്റ്റേഷനടുത്തുള്ള ഒരു പള്ളിയാണ്. റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങുന്നവർക്ക് ആ പള്ളി കാണാതെ ഇങ്ങോട്ട് തിരിച്ചു വരാനായിട്ട് ഒരാൾക്ക് കാസർഗോഡ് ടൗണിലേക്ക് വരാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും അതൊന്ന് കാണും. അവിടുന്ന് വരുന്ന ക്രിസ്ത്യാനികളൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പള്ളിയിലൊന്ന് നോക്കിയിട്ടേ ഇങ്ങോട്ട് വരൂ. അതിൻ്റെ മുമ്പിൽ കൂടെ കടന്നു വരിക. അപ്പോൾ ഇവിടെ ഒരു പള്ളി, ഇവിടെ വന്നാൽ കുർബാന കാണാൻ പറ്റും. പക്ഷെ ഭാഷ വേറെയാണ്, ഭാഷയൊന്നും മനസ്സിലാവില്ല. കൊങ്കണിയിലാണ് അവിടെ കുർബാന അർപ്പിക്കുന്നത്, ലാറ്റിൻ റീത്താണ്. പക്ഷെ എങ്കിലും ഈ കുർബാനയിൽ പങ്കെടുക്കുന്ന താല്പര്യമുള്ളവർ അവിടെ പോയി പങ്കെടുക്കുമായിരുന്നു. പിന്നെ അവിടെ മലയാളം സംസാരിക്കുന്ന ആളുകൾ തമ്മിലൊരു ഇൻറ്ററാക്ഷൻ ഉണ്ടായി. കുറച്ച് ആളുകൾ ഇങ്ങനെ സംസാരിക്കാനായിട്ടൊക്കെ, ഇപ്പം നമുക്കൊരു പള്ളി വേണമല്ലോ, നമുക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും, നമുക്കിതൊന്നും മനസ്സിലാകുന്നില്ലല്ലോ എന്നുള്ളൊരു വിഷമം പങ്കിട്ടപ്പോഴാണ് MV ജോർജ് അല്ലേ, പിന്നെ വേറെ അന്നാ കൂടെ ഉണ്ടായിരുന്നേ, പുള്ളിയുടെ കൂടെ വേറെ CP സാറയിൽ ഒരാളും കൂടെ ഉണ്ടായിരുന്നല്ലോ, വേറെ ഒരാളും കൂടെ ഉണ്ടായിരുന്നു. അത് പുള്ളി വേറെന്തോ ഫീൽഡിലാണ് ജോലി ചെയ്തിരുന്നത്. ഇവർ രണ്ടുപേരും കൂടെ ബിഷപ്പിനെ പോയി കാണാനായിട്ട് ഞങ്ങൾ പോയി കാണുന്നു എന്ന് പറയുമ്പോൾ ഞങ്ങളെല്ലാവരും അതിനൊരു പ്രേരണ കൊടുക്കുന്നുണ്ട്. പോവുക, ബിഷപ്പുമായിട്ട് കണ്ട് സംസാരിച്ച് നമുക്ക് എന്തെങ്കിലും ഇതിനകത്ത് ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ പുള്ളി അതിനകത്തൊരു ഇനിഷ്യേറ്റീവ് എടുത്തു. പുള്ളിയാണ് പോയി കുറച്ചുകൂടെ
ജോലി സംബന്ധമായി പുള്ളിക്ക് എന്ത് ചെയ്യുന്നുണ്ടെങ്കിലുള്ള ആ ഒരു സൗകര്യവും കൂടി അതിനൊരു ഘടകമായിരുന്നു. അങ്ങനെ പോയി പുള്ളി എന്ത് ചെയ്യുന്നുണ്ടെങ്കിൽ ബിഷപ്പിനെ കണ്ട് പല പ്രാവശ്യം സംസാരിച്ചു. പല പ്രാവശ്യം പോയി വള്ളപ്പള്ളി പിതാവായിരുന്നു. ഈ ആവശ്യം ആവർത്തിച്ചു. അങ്ങനെയാണ് 83 ബഹുമാനപ്പെട്ട ചാലച്ചനെ മലയാളം കുർബാന ചെല്ലാൻ വേണ്ടി ബിഷപ്പിന് ബോധ്യമായി ഇങ്ങനെ ഒരു സൗകര്യം അവിടെ വേണം. ഞങ്ങളുള്ളത് ആകെ 8-9 ഫാമിലിയേ ഉള്ളൂ ആ സമയത്തൊക്കെ. പക്ഷേ എന്നാലും പിതാവിനെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞു ഇങ്ങനെ ഒരു സൗകര്യം ഇവിടെ വേണമെന്ന്. അങ്ങനെയാണ് ഇവിടെ കുർബാന. असतो मा सद्गमया तमसो मा ज्योतिर्गमया मृत्योर्मा अमृतं गमया. सत्यस्वरूपा परिपालका तव चरणं शरणं ज्योतिप्रदायका जगदीश्वरा तव चरणं शरणं ജീവദായക പ്രഭുവരനെ സച്ചിദാനന്ദ ഗുരുവരനെ ജീവദായക പ്രഭുവരനെ സച്ചിദാനന്ദ ഗുരുവരനെ തവ ചരണം ശരണം ശരണം കരുണാമയ സാഗരമേ തവ ചരണം ശരണം ശരണം കരുണാമയ സാഗരമേ. സത്യസ്വരൂപ പരിപാലക തവ ചരണം ശരണം ജ്യോതിപ്രദായക ജഗദീശ്വര തവ ചരണം ശരണം. ജ്യോതിസാം നിൻ തിരുസവിധേ പ്രണമാഞ്ജലിയായി തൃപ്പാദ പൂജയ്ക്കായി മഹാജ്യോതിസാം നിൻ തിരുസവിധേ പ്രണമാഞ്ജലിയായി തൃപ്പാദ പൂജയ്ക്കായി സ്നേഹദീപമേ സ്നേഹദീപമേ തെളിയുക എന്നിൽ പ്രഭയുടെ കതിരുകളായി കൃപയുടെ ദാനം അനുജരിലേകാ നിന്ദയ നിതരാം ദാസരിലേകു അനുദിനമലിവൊടുനാഥ. സത്യസ്വരൂപ പരിപാലക തവ ചരണം ശരണം. നിത്യസത്യമാം നിൻ തിരുമുമ്പിൽ പ്രാർത്ഥനാമഞ്ജരി തൃത്താലവുമായി നിത്യസത്യമാം നിൻ തിരുമുമ്പിൽ പ്രാർത്ഥനാമഞ്ജരി
മഞ്ജരി തൃത്താലവുമായി ദിവ്യനാദമേ ദിവ്യനാദമേ അണയുക എന്നിൽ ദയയുടെ തേജസ്സായി നിൻ വരദാനം സഹചരിലേകാൻ അടിയരിൽ നിൻ പ്രഭ ചൊരിയുക നാഥ ഇരുളല സതതം നീക്കാൻ സത്യസ്വരൂപ പരിപാലക തവ ചരണം ശരണം ജ്യോതിപ്രദായക ജഗദീശ്വര തവ ചരണം ശരണം സരി പമ പാനി പനി പമ പരിമ പാ മപ സാനി സാരി സരി സനി സ പനി സാ പാ പ പ പ മ പനി പ മ പ പ സരി മ പ മ പ പ സനി സനി പ സാ 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 സനി സരി സനി സാ സ പനി സരി നി സാ സ മരി മരി സാ സരി മ രി മ പ പ മരി മരി സാ സരി മരി മ പ പ മരി സ നി സരി സാരി മ മരി സ നി മരി സ നി സാരി രി സ നി പ രി സ നി പ സ നി പ മ നി പ മരി പ മരി സ സത്യസ്വരൂപ പരിപാലക തവ ചരണം ശരണം ജ്യോതിപ്രദായക ജഗദീശ്വര തവ ചരണം ശരണം 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 20 സ്ക്വയർ കിലോമീറ്ററിൽ സ്ഥിതി ചെയ്യുന്ന തലശ്ശേരിയുടെ തന്നെ ഏറ്റവും വിസ്തൃതമായ ഇടവക സമൂഹമാണ് കാസർഗോഡ് സെൻറ്റ് ജോസഫ് ചർച്ച്. 300 ഇടവക കുടുംബാംഗങ്ങൾ 18 വാർഡുകളിലായിട്ടാണ് താമസിക്കുന്നത്. ഇതിനെ ഏറ്റവും വലിയ വിശ്വാസ കൂട്ടായ്മയാക്കി മാറ്റാൻ പറ്റി എന്നുള്ളത് തന്നെയാണ് ഈ സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ മേന്മ. ഏറ്റവും നല്ല വിശ്വാസ കൂട്ടായ്മയായിട്ട് മാറ്റി. കഴിഞ്ഞ വർഷം വിശ്വാസ വർഷ കൂട്ടായ്മ എല്ലാ വാർഡുകളെയും സംയോജിപ്പിച്ചുകൊണ്ട് അതിമനോഹരമായി സംഘടിപ്പിച്ചു. അതൊരു വിശ്വാസത്തിൻ്റെ ഒരു ഉണർവ് ഈ സമൂഹത്തിന് ഏകി.
കരുതുന്ന സ്നേഹം ദൈവസ്നേഹം. അളവുകളില്ലാ സ്നേഹം, പരിധികളില്ലാ സ്നേഹം, ദൈവത്തിൻ സ്നേഹം അചഞ്ചല സ്നേഹം. തിരുമേ ഭോജനമായി നൽകിയില്ലേ, കുരിശിൽ മരിച്ചില്ലേ. തിരുമേ ഭോജനമായി നൽകിയില്ലേ, കുരിശിൽ മരിച്ചില്ലേ. ക്ഷമയും കരുണയും കടലുപോലെ, അവിരാമമൊഴുകുന്ന നെൽച്ചരി പോലെ, ചൊരിയുന്ന സ്നേഹം ദൈവസ്നേഹം, ചൊരിയുന്ന സ്നേഹം ദൈവസ്നേഹം. അളവുകളില്ലാ സ്നേഹം, പരിധികളില്ലാ സ്നേഹം, ദൈവത്തിൻ സ്നേഹം അചഞ്ചല സ്നേഹം. അളവുകളില്ലാ സ്നേഹം, പരിധികളില്ലാ സ്നേഹം, ദൈവത്തിൻ സ്നേഹം അചഞ്ചല സ്നേഹം. നിന്ദിതനായി തീർന്നാലും ഉറ്റവർ മറന്നാലും, നിന്ദിതനായി തീർന്നാലും ഉറ്റവർ മറന്നാലും, ഒരു നാളും പിരിയാത്തനന്ദ സ്നേഹമേ നീ സ്വന്തമേ, എൻ സ്വന്തമേ, നീ സ്വന്തമേ, എൻ സ്വന്തമേ. അളവുകളില്ലാ സ്നേഹം, പരിധികളില്ലാ സ്നേഹം, ദൈവത്തിൻ സ്നേഹം അചഞ്ചല സ്നേഹം.